കോളേജ് ജീവിതം പലർക്കും പഠനത്തിന്റെയും സൗഹൃദത്തിന്റെയും സ്വപ്നകാലമാണ്. പുതുചടങ്ങുകളുമായി, പുതിയ സുഹൃത്തുക്കളുമായി, ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളുമായി തുടങ്ങിയ ദിവസങ്ങൾ. എന്നാൽ എല്ലാവർക്കും അത് ഒരുപോലെ മനോഹരമായ അനുഭവമാവുമെന്നില്ല. ചിലരുടെ കോളേജ് ദിനങ്ങൾ ഭയത്തിലും വേദനയിലുമാണ് അവസാനിക്കുന്നത്. സീനിയർമാരുടെ ഉപദ്രവം, ആവർത്തിച്ച പീഡനം, സാമ്പത്തിക സമ്മർദ്ദം എന്നിവ നേരിടേണ്ടി വന്ന സാഹചര്യം ഇന്നും നിലനിൽക്കുന്നു. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ സഹിക്കാനാവാതെ കണ്ണീരോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വിദ്യാർത്ഥികളുണ്ട്. ഒടുവിൽ ചിലർക്കതിന്റെ ഭാരം സഹിക്കാൻ കഴിയാതെ സ്വന്തം ജീവൻ തന്നെ ഇല്ലാതാക്കേണ്ടി വരുന്ന ദുരന്ത വാർത്തകൾ നമുക്ക് കേട്ടറിയേണ്ടി വരുന്നു. ഇപ്പോൾ അടുത്തിടെ സംഭവിച്ചിരിക്കുന്ന സിദ്ധാർത്ഥ എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായ ജാദവ് സായ് തേജയുടെ മരണവാർത്തയാണ്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടത് ക്യാമ്പസിനെ തന്നെ നടുക്കിയിരിക്കുകയാണ്. സിദ്ധാർത്ഥ എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായ 22-കാരൻ ജാദവ് സായ് തേജയാണ് മരണപ്പെട്ടത്. ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി മുന്നോട്ടു പോയിരുന്ന ഒരു യുവാവിന്റെ ജീവിതം ഇങ്ങനെ പെട്ടെന്ന് അവസാനിച്ചത് സഹപാഠികളെയും അധ്യാപകരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. മരണത്തിന് വെറും മിനിറ്റുകൾക്ക് മുൻപ് തന്നെ സീനിയർ വിദ്യാർത്ഥികളുടെ ഉപദ്രവം സഹിക്കാനാവാതെ പോകുന്നതായി ജാദവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ തുറന്നു പറഞ്ഞിരുന്നു. കോളേജിലെ ചില സീനിയർമാർ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തതായി അദ്ദേഹം വെളിപ്പെടുത്തി. അതിനോടൊപ്പം ഇനിയും ഈ സമ്മർദ്ദം സഹിക്കാൻ കഴിയില്ലെന്നും എന്ത് ചെയ്യണമെന്നറിയാതെ കഴിയുകയാണെന്നും കരഞ്ഞുകൊണ്ട് വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. ഒടുവിൽ സഹായം തേടി നടത്തിയ ആ അവസാന ശ്രമം ആരും കേൾക്കാതെയായപ്പോൾ തന്റെ ജീവൻ തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു ജാദവ്. ഈ ദാരുണ സംഭവം ക്യാമ്പസുകളിൽ ഇപ്പോഴും തുടരുന്ന ഉപദ്രവങ്ങളുടെ ഭീകരത വീണ്ടും സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ കോളേജിൽ ചേർന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ ചില സീനിയർമാർ എന്നെ സമീപിച്ചു. ആദ്യം സാധാരണയായി തോന്നിയെങ്കിലും പിന്നീട് അവർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. തുടർന്ന് പതിവായി പണം ആവശ്യപ്പെടുകയും വിവിധ രീതികളിൽ ഉപദ്രവിക്കുകയും ചെയ്തു. ഒരിക്കൽ പോലും ഒഴിവാക്കാനാവാതെ ഓരോ തവണയും അവർ വരികയും പണം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ എനിക്ക് വഴങ്ങാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. ചില അവസരങ്ങളിൽ മർദ്ദനവും അനുഭവിക്കേണ്ടി വന്നു. ഒരു ദിവസം അവർ നിർബന്ധിച്ചെന്നെ ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ സീനിയർമാർ മദ്യപിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ 10,000 രൂപയുടെ വലിയൊരു ബിൽ വന്നു. അതൊക്കെ നൽകേണ്ട ബാധ്യത എനിക്ക് തന്നെയായി. കുടുംബത്തിൽ നിന്ന് പണം വാങ്ങിക്കൊടുക്കേണ്ടി വന്നപ്പോൾ അതിന്റെ മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായി. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരിക്കൽ മാത്രമല്ല, പലപ്പോഴും ആവർത്തിച്ച് നടന്നുവെന്ന് ജാദവ് തന്റെ വീഡിയോയിൽ കണ്ണീരോടെ പറയുന്നു. ജാദവ് സായ് തേജ തന്റെ വീഡിയോയിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തനിക്കിനി സമ്മർദ്ദം സഹിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു. എന്തു ചെയ്യണം, എവിടേക്ക് പോകണം, ആരോട് പറയണമെന്നറിയാതെ വലിയ ആശയക്കുഴപ്പത്തിലാണ് താൻ കഴിയുന്നതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതിനിടെ തന്നെ ആരെങ്കിലും തനിക്ക് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടും അദ്ദേഹം അപേക്ഷിച്ചു. തന്റെ അവസ്ഥ മനസ്സിലാക്കി ആരെങ്കിലും എത്തി രക്ഷിക്കുമെന്ന അവസാന പ്രതീക്ഷയോടെ നടത്തിയ അപേക്ഷയായിരുന്നു അത്. എന്നാൽ ദൗർഭാഗ്യവശാൽ ആ സഹായം എത്തുന്നതിന് മുൻപ് തന്നെ ജാദവിനെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സീനിയർമാരുടെ ഉപദ്രവമാണ് യുവാവിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പ്രധാന കാരണം എന്ന സംശയത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.